തെരഞ്ഞെടുപ്പ് കാലം പൂരമാകുമ്പോൾ തെരഞ്ഞെടുപ്പും പൂരം ഒന്നിച്ചാകുമ്പോഴോ, തെരഞ്ഞെടുപ്പ് പൂരമാകുമ്പോഴോ, അതും സ്ഥാനാർത്ഥി കൂടി ആകുമ്പോഴോ? അത് നമുക്ക് ചിലപ്പോഴേ ഈ പൂരത്തിൻ്റെ ഇടയിൽ ഇതുപോലെ ഈ ചാനലുകൾ കുറച്ചധികം നമ്മളെ ആളുകൾ കൂടുതൽ വന്ന് നമ്മുടെ അടുത്ത് ഫോട്ടോ എടുക്കലും പിടിക്കലൊക്കെ നടക്കും. പക്ഷെ എന്നാലും ആളുകൾക്ക് അറിയാമല്ലോ ഈ പൂരം തെരഞ്ഞെടുപ്പൊക്കെ ഒരുപാട് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും പൂരം ഒരുമിച്ച് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. തെരഞ്ഞെടുപ്പ് മാസമാണല്ലോ ഏപ്രിൽ എന്നൊക്കെ പറയുന്നത്. ഏപ്രിൽ മെയ് മാസത്തിലാണ് തെരഞ്ഞെടുപ്പ് മാസം. അപ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെ പതിവ്. ഇത്തവണത്തെ ഈ പൂരനഗരിയിൽ നിന്നുകൊണ്ട് സുനിൽകുമാർ എന്ന സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പ് പൂരത്തിന്റെ ആത്മവിശ്വാസം എങ്ങനെയാണ് മലയാളിക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തൃശ്ശൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ജയിക്കുള്ളൂ. കാരണം ഞങ്ങൾക്ക് നല്ല ജനപിന്തുണയുണ്ട്. ഇവിടെ ഒരു LDF അനുകൂലമായൊരു തരംഗം തൃശ്ശൂർ തരംഗമുണ്ട്, യാതൊരു സംശയമില്ല. മറ്റു രണ്ട് സ്ഥാനാർത്ഥികൾ കേൾക്കണ്ട, അല്ല അവരും കേൾക്കാൻ വേണ്ടിയില്ല ഞാൻ പറയണത്. ഏതായാലും ഇവർക്കാർക്കും ഒരു തരത്തിലും ഇളക്കാൻ കഴിയാത്ത നിലയിലേക്ക് ഒരു തരംഗ സ്വഭാവത്തിലേക്ക് തൃശ്ശൂർ മാറിയതാണ്. അതിൽ സംശയമൊന്നും വേണ്ട സ്ഥലത്തെ. ഇവിടെ തൃശ്ശൂർ അനുകൂലമായ തരംഗമാണ്. ഈ മനുഷ്യൻ്റെ ഒരു പരസ്പര സ്നേഹം, ഈ ജാതി മതവും എല്ലാം മറന്നു പോകുന്നത് ഏറ്റവും അധികം ആവേശം കൊള്ളിക്കുന്ന ജീവിതത്തിലെ ഒരു അനുഭവമാണോ പൂരം? ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ മേള നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലേ ആ താളം പിടിക്കുന്നവരിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ടാവും. ആരാന്ന് ആർക്കറിയില്ല, പറയാൻ പറ്റില്ല. ഒറ്റ താളത്തിലാ എല്ലാവരും ഇപ്പൊ കൊട്ടിയത് കാലം മാറിക്കൊണ്ടിരിക്കുക. ഈ ഇതിന്റെ കൊട്ടിന്റെ താളം മാറുന്നു എന്നാണോ? അതെ, കാലം മാറിക്കൊണ്ടിരിക്കുക. ഇനി എങ്ങനെയാ കൊട്ടി കയറുക? ഇനി ഇത് അടുത്ത കാലത്തേക്ക് കിടക്കാൻ പോവാ. അതോടെ അത് അത് ഭയങ്കര രസമായിരിക്കും. അതിങ്ങനെ കേട്ട് ആസ്വദിച്ച് താളം പിടിച്ച് അവിടെ നിൽക്കാറുണ്ടോ? പിന്നെ അതിനാണല്ലോ പോണത്. ആണല്ലേ? അതിന് താളം എണ്ണം പിടിക്കുമ്പോഴാണ് നമുക്ക് ആസ്വദിക്കാം. അപ്പൊ എന്താ ബുദ്ധിമുട്ടാണെന്നറിയാം, പക്ഷെ ഞങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ ഏതായാലും മേളം കൊട്ടിക്കയറുന്നു. ആ മേളം കൊട്ടിക്കയറുന്നത് ഏത് തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലും ആവേശത്തിലും മിസ് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് തൃശ്ശൂരുകാരൻ കൂടിയായ പൂരപ്രേമിയായിട്ടുള്ള ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് തികഞ്ഞ ബോധ്യമുണ്ട്. അദ്ദേഹം അതിലേക്ക് തന്നെ പോവുകയാണ്.